ഇദ്രീസ് ഇബൻ സലാഹുദ്ദീൻ വെഞ്ഞാറമ്മൂട് സലാഹുദ്ദീൻ സാഹിബിനൊപ്പം മജ്ലിസിലേക്ക് കടന്നു വന്നിരിക്കേണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ പ്രഥമ ഹാഫിളുകളായ ഖാലിദ് ഉമർ ഇബൻ ഷക്കീർ, ഉമർ മുഖ്താർ ഇബൻ ഷക്കീർ, പിതാവ് ഷക്കീർ സാഹിബിനൊപ്പം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചെയറിലേക്ക് കടന്നു വന്നിരിക്കേണ്ടതാണ്. നിങ്ങൾ മുന്നോട്ടിരുന്നോ? ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഈ മജ്ലിസിനെ ധന്യമാക്കുന്നതിന് മുഹമ്മദ് ഫർഹാൻ ഇബിൻ സിയാദ് പള്ളിവേട്ടയെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والشمس وضحيها والقمر إذا تلاها والنهار إذا جلاها والشمس وضحيها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها
فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها صدق الله العظيم. السلام عليكم ورحمة الله وبركاته. മാഷാ അല്ലാ, മബ്റൂക്ക്. അടുത്തത് ഒരു പ്രഭാഷണത്തിന് ജാമിഅ വാഫിരിയ വിദ്യാർത്ഥി മുഹമ്മദ് അദ്നാൻ ഇബ്ൻ നജീം കല്ലറയെ ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء. صدق الله العظيم. പ്രിയ സ്നേഹിതരെ, ഇന്ന് ജാമിയ വാഫിരിയ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്ക് ജന്മം നൽകുന്ന ഈ മുഹൂർത്തത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മളുടെ ഹൃദയത്തിൽ പണിയുന്ന ഒരു സ്വർഗത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മുന്നിൽ ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ടെന്ന് സങ്കല്പിക്കുക. അവിടെ വർണ്ണശബളമായ പൂക്കളുണ്ട്, മധുരമുള്ള പഴങ്ങളുണ്ട്, പക്ഷികളുടെ കിന്നാരങ്ങളുണ്ട്. ആ പൂന്തോട്ടം കാണുമ്പോൾ നമ്മളുടെ മനസ്സിന് എന്ത് നല്ലൊരു കുളിർമയാണ് ലഭിക്കുന്നത്, അല്ലേ? എന്നാൽ നേരെ തിരിച്ച് പാഴ്ജന്മങ്ങൾ നിറഞ്ഞ മുൾച്ചെടികൾ പടർന്ന ഉണങ്ങിക്കരിഞ്ഞൊരു പറമ്പാണ് നിങ്ങളുടെ മുന്നിലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയം. അവിടെ നാം ഖുർആൻ എന്ന വിത്ത് പാകിയാൽ അത് ലോകത്തെ ഏറ്റവും സുന്ദരമായൊരു പൂന്തോട്ടമായി മാറും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഒരു മനോഹരമായ ഉപമയുണ്ട്. അത് സൂറത്തു ഇബ്രാഹിം എന്ന അധ്യായത്തിലെ 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു: അലം തറ കൈഫ ളറബ അല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ. നല്ലൊരു വാക്കിന്, എന്നാൽ കലിമത്തുൻ ത്വയ്യിബ, അല്ലാഹു തആല നൽകിയ ഉപമ നിങ്ങൾ കണ്ടില്ലേ? അത് സുസ്ഥിരമായൊരു മരം പോലെയാണ്. അതിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയതും ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതുമാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ഒരു വേരാണ്. ആ വേരുകൾ ബലപ്പെട്ടാൽ നമ്മളുടെ ഹൃദയമാകുന്ന, നമ്മളുടെ ജീവിതമാകുന്ന മരത്തിൽ സ്വഭാവമാകുന്ന മനോഹരമായ പൂക്കൾ വിരിയും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഒരു താക്കീതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്ന് യാതൊന്നും ഹൃദയത്തിലില്ലാത്തവൻ തകർന്നു പോയൊരു വീട് പോലെയാണ്. ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആനി കൽ ബൈത്തുൽ ഖരീബ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആരും താമസിക്കാനില്ലാത്ത ഇരുട്ടു നിറഞ്ഞ മാറാല പിടിച്ച ഒരു വീട്. അവിടെ പേടിയുണ്ടാക്കും, ദുർഗന്ധമുണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ
പരിശുദ്ധ ഖുർആൻ ഇല്ലെങ്കിൽ അവിടെ അസൂയയും അഹങ്കാരവും വെറുപ്പും എന്ന മാറാലകൾ നിറയും. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, എനിക്ക് ഖുർആൻ ഓതിയാൽ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല, പിന്നെ ഞാനിതെന്തിനോദണം? ഉസ്താദ് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നീ പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ഒരു വട്ടിയിൽ. കുട്ടി പുഴയിൽ ചെന്നു വട്ടിയിൽ പലതവണയായി വെള്ളം നിറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ വട്ടിയിലെ സുഷിരങ്ങളിലൂടെ വെള്ളം മുഴുവൻ ഒലിച്ചുപോയി. കുട്ടി വളരെ സങ്കടത്തോടെ വന്ന് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് വെള്ളം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഉസ്താദ് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നീ ആ വട്ടിയിലേക്കൊന്ന് നോക്കൂ. ആദ്യം അത് എത്രമാത്രം അഴുക്കുള്ളതായിരുന്നു, ഇപ്പോൾ അതെത്ര വൃത്തിയായിരിക്കുന്നു. ഇതുപോലെയാണ് പരിശുദ്ധ ഖുർആൻ നിൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നില്ലെങ്കിലും അത് നിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ ഉള്ളിലെ അഴുക്കുകളെ അത് കഴുകി വൃത്തിയാക്കുന്നു. ലോകപ്രശസ്തനായ അല്ലാമ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ ഒരു മെഴുകുതിരിയുണ്ട്, അത് തെളിയിക്കാൻ തയ്യാറാകൂ. പരിശുദ്ധ ഖുർആൻ ആ മെഴുകുതിരിയെ ജ്വലിപ്പിക്കുന്ന പ്രകാശമാണ്. നമ്മൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോൾ വാക്കിന് പിന്നാലെ വാക്കുകളല്ല കോർക്കുന്നത്, മറിച്ച് ഇരുട്ടിനെ തുരുത്താനുള്ള വെളിച്ചത്തിൻ്റെ കണികകളാണ് നമ്മളുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഞങ്ങളിന്ന് ഈ വേദിയിലിരുന്ന് വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് കേവലം ശബ്ദങ്ങളല്ല, നിങ്ങളുടെ മക്കളുടെ ഹൃദയമാകുന്ന പൂന്തോട്ടത്തിൽ വിരിയുന്ന സ്വർഗീയ സുഗന്ധമാണ്. ആ പൂന്തോട്ടം വാടിപ്പോകാതെ നോക്കേണ്ടത് ഞങ്ങളുടെയും നിങ്ങളുടെയും കടമയാണ്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയും, നീ ഓതുക, ഉയരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അന്നേ ദിവസം നമ്മളെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അരികിൽ പരിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യട്ടെ. നമ്മളുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നിത്യഹരിത പൂന്തോട്ടമായി നിലനിർത്തട്ടെ. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനും അത് പഠിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാഥൻ ഉദവി നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട കേരളക്കരയുടെ ആദരണീയനായ ഉസ്താദ്, ജമിഅത്തുൽ ഉലമാ ഹിന്ദിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും 10 വർഷത്തോളം ഞങ്ങളൊക്കെ പഠനം നിർവഹിച്ച ജാമിഅ മനാറുൽ ഇസ്ലാം, അവിടെ നായകത്വം വഹിച്ച, വിജ്ഞാനത്തിൽ സ്നേഹം ചാലിച്ച് ഞങ്ങളെ ഊട്ടിയ, എക്കാലഘട്ടത്തിലും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആദരണീയരായ ഉസ്താദ് ഉസ്താദ് ഇല്യാസ് ബിൻ മൂസ മൗലാന അവരുകളെ ആദരപൂർവ്വം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൽഹിംനാ മറാശിദ ഉമൂരിനാ വഅഇദ്നാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ വമാ സാഹിബുക്കും ബിമജ്നൂൻ വലഖദ് റആഹു ബിൽ ഉഫ്കിൽ മുബീൻ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം ഫഅയ്ന തദ്ഹബൂൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. സദഖല്ലാഹു മൗലാനൽ അദീം. വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം
കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ ഖീല വമൻ യഅബാ യാ റസൂലല്ലാഹ് ഖാല മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യനായ അധ്യക്ഷൻ, പേരൂർക്കട മുസ്ലിം ജമാഅത്തിൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ് പ്രൊഫസർ മുഹമ്മദ് കുഞ്ഞു സാഹിബ് അവർകളെ, ഈ മഹത്തായ സമ്മേളനത്തിലെ മുഖ്യ അതിഥിയായ ഹസ്രത്ത് മൗലാന ഖാരി സുഹൈബ് റഷാദി ദാമത്ത് ബർക്കാത്തുഹും അവർകളെ, ഈ സ്ഥാപനത്തിൻ്റെ മുഹ്തമീം സ്നേഹനിധിയായ മുഫ്തി ബിലാൽ മനാരി അൽ ബാക്കവി അവർകളെ, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, നേതാക്കളെ, സഹോദരങ്ങളെ, ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെ, സാരഥികളെ, സഹോദരിമാർ, വളരെ സന്തോഷം നിറഞ്ഞ, ഒരു വാക്കും കൂടി പറഞ്ഞാൽ ആനന്ദം നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തിരിക്കുന്നത്. പേരൂർക്കട മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ വാഫിരിയ എന്ന ഈ മഹത്തായ സ്ഥാപനം ഇവിടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഖുർആനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും അത്യാവശ്യമായ പ്രാഥമികമായ അറിവുകൾ നൽകുന്നതിനും സംവിധാനമുണ്ട്. അതിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിന് കോട്ടം വരാത്ത നിലയിൽ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഈ സ്ഥാപനത്തിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഈ സ്ഥാപനം അതിൻ്റെ നല്ല നിലയിലുള്ള സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഇതിനെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം ആദ്യം പറഞ്ഞിട്ട് എൻ്റെ മറ്റ് വാക്കുകളിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെയുള്ള ഒരു പ്രത്യേകമായ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഉമറാക്കളും ഉലമാക്കളും പരസ്പരം യോജിച്ച് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ധാരാളം ഗുണങ്ങളും നന്മകളും ചെയ്യാൻ സാധിക്കും. ഉലമാക്കളെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. ഉമറാക്കളെന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലെ പ്രമുഖ വ്യക്തികൾ, സ്വാധീനമുള്ള പ്രമുഖ വ്യക്തികൾ, അവരെ സംബന്ധിച്ചാണ് ഉമറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം, ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ബിലാൽ മൗലവി അവർക്ക്, ഈ സ്ഥാപനത്തിൻ്റെ ഈ പേരൂർക്കട മുസ്ലിം ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, സാരഥികൾ, പ്രസിഡൻറ്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ, മഹത് വ്യക്തിത്വങ്ങൾ, ബാക്കി ഈ നാട്ടിലുള്ള പൊതുജനങ്ങൾ, വേണ്ടപ്പെട്ടവർ, പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാം പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിന് ഇത്രയും വലിയ മഹത്വവും വിജയവും കൈവരിക്കാൻ സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്നിവിടെ 4 വിദ്യാർത്ഥികൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി അതിൻ്റെ പൂർത്തീകരണം ഇവിടെ നടക്കാൻ പോവുകയാണ്. അവരുടെ ഭൗതികമായ വിദ്യാഭ്യാസത്തിനൊരു കോട്ടവും വരാത്ത നിലയിൽ അത് നല്ല നിലയിൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ 4 മിടുക്കരായ വിദ്യാർത്ഥികൾ പരിശുദ്ധ ഖുർആൻ ഷരീഫിനെ മനഃപ്പാഠമാക്കിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൽ, ഈ ജമാഅത്തിലുള്ള ഓരോ അംഗങ്ങളുടെയും സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൽ, ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൽ പങ്കുചേരാൻ എനിക്ക് സൗഭാഗ്യം നൽകിയ, എനിക്ക് തൗഫീക്ക് നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുകയാണ്. പരിശുദ്ധമായ ദീൻ ഇന്ന് പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്താൻ പറയുകയല്ല. നമുക്കങ്ങനെ വെല്ലുവിളികളും പ്രതിസന്ധികളും വന്നുകൊണ്ടേയിരിക്കും. അവിടെയൊന്നും പതറേണ്ടവരല്ല സത്യവിശ്വാസികൾ. മുമ്പും ഇതേപോലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഈ ഉമ്മത്തിനും ഈ പരിശുദ്ധ ഇസ്ലാമിനും വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹീറാ ഗുഹയിൽ കഴിഞ്ഞുകൂടിയിരുന്നപ്പോഴാണ് ആദ്യമായി അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം വരുന്നത്.
നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു. ആദ്യമായിട്ടായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്. ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് ഭയമുണ്ടായി നബിതങ്ങൾക്ക്. നബിതങ്ങളെ അണച്ചു പിടിച്ചു, പ്രയാസമുണ്ടായി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവറുകൾ സഹീൽ ബുഖാരിയിൽ കൈഫ കാന ബദഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആദ്യത്തെ അധ്യായത്തിൽ ഈ ഹദീസിനെ ഉദ്ധരിക്കുന്നുണ്ട്. എന്തിനാണ് നബിതങ്ങളെ ചേർത്ത് പിടിച്ച് നബിതങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നത്? ഈ വഴിയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്ന് മുഹദ്ദിസീങ്ങൾ ഈ കാര്യത്തെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഖദീജ റളിയല്ലാഹു അൻഹ സഹധർമ്മിണിയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ദമ്മിരൂനി, എനിക്ക് പുതപ്പിട്ട് എന്നെ പുതപ്പിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ നബിതങ്ങൾക്ക് പുതച്ചു കൊടുത്തു. നബിതങ്ങളുടെ ഒരു നാമമാണ് മുസമ്മിൽ, പുതച്ച് കിടക്കുന്ന ആൾ എന്നൊരു പേരും നബിതങ്ങൾക്കുണ്ട്. നബിതങ്ങളുടെ ഭയവും ബുദ്ധിമുട്ടും എല്ലാം മാറിയപ്പോൾ പ്രിയപ്പെട്ട ഖദീജ, സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹ അവറുകൾ നബിതങ്ങളെയും കൂട്ടിക്കൊണ്ട്, നബിതങ്ങൾ പ്രിയ ഭർത്താവാണ്, ആദ്യമായി ഇസ്ലാമിനെ സ്വീകരിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ അവറുകളാണ്. ആണുങ്ങളിൽ നിന്നും ആദ്യമായി ഇസ്ലാമിനെ സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും ആദ്യമായി മൊത്തത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നബിതങ്ങളിലെ സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹ അവറുകളാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അവറുകൾ നബിതങ്ങളെയും കൂട്ടിക്കൊണ്ട് അന്നത്തെ ഒരു ക്രിസ്ത്യാനിയായ പണ്ഡിതനായിരുന്ന വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കലേക്ക് പോവുകയുണ്ടായി. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ വറക്കത്ത് ബിൻ നൗഫലിനോട് പറഞ്ഞു, ഇസ്മ മിൻ ഇബ്നി അഖീഖ്, താങ്കളുടെ സഹോദരപുത്രനിൽ നിന്നും അദ്ദേഹം പറയുന്ന കാര്യമൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. ആ സമയത്ത് വറക്കത്ത് ബിൻ നൗഫൽ ഒരു വാക്കും മറുപടിയായി പറഞ്ഞു, ഞാൻ അങ്ങയുടെ നാട്ടിലുള്ള ജനങ്ങൾ പുറത്താക്കുമ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ല അൻസുറുക നസ്റൻ മുഅസ്സറൻ, ശക്തമായ നിലയുള്ള സഹായം ഞാൻ നൽകിയേനെ. നബിതങ്ങൾ ഇത് കേട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എന്നെ വിശ്വസ്തനെന്നും സത്യസന്ധനെന്നും എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രയും മഹത്വം നൽകി ഈ ജനത എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ? നബിതങ്ങൾ അത്ഭുതത്തോട് ചോദിച്ചു, അവ മുഹ്രിജിയഹും, അവരെന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, അദ്ദേഹം പണ്ഡിതനായിരുന്നു, പ്രായമായ ആളായിരുന്നു, അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ചിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, മാ ജാ അഹദുൻ ബി മിസ്രി മാ ജീത ബിഹി ഇല്ലാ ഊദിയ, അങ്ങ് ഏതൊരു ദൗത്യവുമായി വന്നിട്ടുണ്ടോ, ഈ ദൗത്യവുമായിട്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നവരെല്ലാം അവരോടെല്ലാം ശത്രുത കാണിക്കപ്പെട്ടിട്ടുണ്ട്, അവരെല്ലാം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദീനിന് പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ ദീനിനെ അല്ലാഹു തആല സംരക്ഷിക്കും. ഈ ദീനിന് ഒരു കോട്ടവും വരുത്താൻ ഈ ലോകത്തുള്ള ശക്തിക്കോ വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ ആർക്കും സാധിക്കുകയില്ല. ഇത് അന്ത്യനാൾ വരെ ശരിയായ നിലയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യദ്ഖുലു ഹാദദ്ദീന ഫീ കുല്ലി ബൈത്തി വബരിൻ ഫീ കുല്ലി ബൈത്തി മദരിൻ വബരിൻ ബിഇസ്സി അസീസിൻ ഔ സുല്ലി ദലീൽ. ഈ പരിശുദ്ധ ദീൻ ഓരോ ഭവനത്തിലും കടന്നു ചെല്ലുക തന്നെ ചെയ്യും. ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ആ ഒരു സംഭവം നടക്കുക തന്നെ ചെയ്യും. ഓരോ ഭവനങ്ങളിലും ഈ ദീൻ കടന്നു ചെല്ലുക തന്നെ ചെയ്യും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് കടന്നു ചെല്ലുക തന്നെ ചെയ്യും. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക്, നബിതങ്ങൾ കൊണ്ടുവന്ന ഈ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാതെ ഈ ലോകം അവസാനിക്കുകയില്ല. എന്ത് പ്രതിസന്ധികൾ വന്നാലും ശരി, ആ പ്രതിസന്ധികളിലൊന്നും പതറേണ്ട കാര്യമില്ല. പ്രതിസന്ധികൾ നമുക്ക് അള്ളാഹു നിശ്ചയിച്ചതാണ്, അള്ളാഹു തന്നെയാണ് നിശ്ചയിച്ചത്. നമുക്ക് അള്ളാഹു തആല അതിൻ്റെ പേരുള്ള മഹത്വങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞു, ഈമാനുള്ളവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അവർക്ക് മറ്റൊരു ബുദ്ധിമുട്ടും പരീക്ഷണങ്ങളും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവരെ സ്വതന്ത്രമായി വിടപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, തീർച്ചയായും മുൻഗാമികളായ സത്യവിശ്വാസികളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് ചോദിക്കുകയാണ്, അഫഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, പവിത്രമായ എല്ലാ സുഖങ്ങളും അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ് സാബിരീൻ. ഏതുവരെ? അല്ലാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ തെളിയിച്ചു കൊടുക്കുന്നതുവരെ,
നിങ്ങളിൽ ആരാണ് ത്യാഗപരിശ്രമം ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഈ ലോകത്ത് കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ആരാണെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുന്നവരെ, ക്ഷമിക്കുന്നവരാരാണെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുന്നവരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരിക്കലും അത് പറ്റുകയില്ല. പരീക്ഷണങ്ങളുണ്ടാകും. അത് മുഅ്മിനീങ്ങളുടെ സത്യത്തിൻ്റെ വഴിയിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അവിടെയൊന്നും പതറേണ്ട കാര്യമില്ല. നമുക്കാണ് അന്തിമ വിജയം. തീർച്ചയായും നമുക്ക് തന്നെയാണ് വിജയം. നമുക്ക് ചരിത്രങ്ങളെല്ലാം ധാരാളം അറിയാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൃത്യമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. അള്ളാഹുവാണ് പ്രവാചകനെ ഈ ലോകത്തേക്ക് സത്യദീനുമായിട്ട് അയച്ചിട്ടുള്ളത്, സന്മാർഗവും സത്യദീനുമായിട്ട് അയച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ്? മറ്റെല്ലാ മതങ്ങളെക്കാളും മറ്റെല്ലാ ആദർശങ്ങളെക്കാളും ഈ പരിശുദ്ധ ദീൻ മികയ്ക്കുന്നതിന് വേണ്ടിയാണ്, വിജയിക്കുന്നതിന് വേണ്ടിയാണ്, ഉന്നതമാകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേ സത്യദീനുമായി അയച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ ഹിജ്റത ബഅദൽ ഫതഹ്, മക്കം ഫതഹിന് ശേഷം ഹിജ്റ ഉണ്ടാകുന്നതല്ല. ഹിജ്റ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം എന്താണ്? ദീനിനെ മക്കയിൽ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാരായണം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുകയില്ല. ഹിജ്റ ഉണ്ടാകും. ദീനിൻ്റെ വഴിയിൽ പുറപ്പെടലും യാത്ര ചെയ്യലും സ്വന്തം നാടിനെയും വീടിനെയും വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ ജീവിതത്തിൽ നിലനിർത്താനും ലോകത്ത് പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും ഹിജ്റ ചെയ്യാൻ നിർബന്ധമായിട്ട് ഹിജ്റ ചെയ്യാന്നുള്ള അമല് തീർച്ചയായും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. പക്ഷേ മക്കയിൽ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ മക്കം ഫതഹിന് ശേഷം, മക്ക വിജയത്തിന് ശേഷം ഉണ്ടാകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. ഈ ലോകത്ത് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകാം, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടാകും, നമുക്കറിയാം. എന്തെല്ലാം ഉണ്ടെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇവിടെയുള്ളവരെല്ലാം ആ കാര്യത്തെക്കുറിച്ച് അറിവുള്ളവരും അതിനെക്കുറിച്ച് ബോധമുള്ളവരുമാണ്. അതുകൊണ്ട് നിങ്ങളോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതെല്ലാം സംഭവിച്ചാലും മക്കയെ പിടിച്ചെടുക്കാനോ കീഴടക്കാനോ ആർക്കും സാധിക്കില്ല. ഈ ലോകം അവസാനിക്കുന്നവരെ മക്ക അങ്ങനെ തന്നെ ദീനിൻ്റെ കേന്ദ്രമായി നിലനിൽക്കും. ആരെല്ലാം എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും ശരി മക്കയെ തൊടാൻ സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിഷമത്തോടുകൂടി നിമിതങ്ങൾ പറഞ്ഞു, മക്കയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, എൻ്റെ നാടാണ്, ഞങ്ങളുടെ നാടാണ്. നിൻ്റെ ജനത, അതായത് മക്കയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിൻ്റെ നാട്ടിലുള്ള ജനങ്ങൾ ഞങ്ങളെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് പ്രിയങ്കരമായ ഞങ്ങളുടെ സ്വന്തം നാടായ മക്ക വിട്ട് ഞങ്ങൾ പോവുകയില്ലായിരുന്നു എന്ന് നബി തങ്ങൾ വിഷമത്തോട് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കി, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. ഖുർആനെ നിങ്ങൾ അങ്ങേക്ക് നിയമമാക്കിയ, ഖുർആനെ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങയുടെ മേൽ കടമയാക്കിയ അള്ളാഹു അങ്ങേ ഈ മക്കയിലേക്ക് മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. ലറാദ്ദുക ഇലാ മആദ്. തങ്ങളുടെ ആ മടങ്ങേണ്ട സ്ഥലം മക്കയാണ്, തങ്ങളുടെ സ്വന്തം നാട്. അതിലേക്ക് തങ്ങളെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു, വാഗ്ദാനം ചെയ്തു. നമുക്കറിയാം മക്കം ഫതഹിൻ്റെ സംഭവങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവം. അതിനുശേഷം എന്തെല്ലാം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അള്ളാഹു അവൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കി. നബിതങ്ങൾ മക്കയിലേക്ക് കടക്കുമ്പോൾ നബിതങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് കടന്നു ചെന്നത്. നബിതങ്ങളെ മക്കയിൽ നിന്ന് പുറത്താക്കിയിട്ട് മക്ക വിജയത്തോടുകൂടി നബിതങ്ങൾ മക്കയിലേക്ക് കടന്നു വരുമ്പോൾ നബിതങ്ങൾ ഒട്ടകപ്പുറത്ത് തല കുനിഞ്ഞിരുന്നു കൊണ്ട്, അള്ളാഹുവേ, നീ നിൻ്റെ വാഗ്ദാനത്തെ പൂർത്തിയാക്കി, നിൻ്റെ ദാസനെ നീ സഹായിച്ചു, ശത്രുക്കളായ ആളുകളെല്ലാം പരാജയപ്പെടുത്തി എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വിനയത്തോടു കൂടിയാണ് നബിതങ്ങൾ മക്കയിലേക്ക് കടന്നു വന്നത്. ഈ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങളായ നമുക്ക് ഇസ്ലാമിന് പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് പതറേണ്ടതില്ല. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. എത്രയോ ദീനീ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ പേരൂർക്കടയിൽ മഹത്തായൊരു സ്ഥാപനം ഇവിടെ നടക്കുന്നു. ഇതേപോലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എത്രയോ സ്ഥാപനങ്ങൾ നമ്മളൊന്ന് കണക്കെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ പേർ പരിശുദ്ധ ദീനിൻ്റെ അറിവുകൾ കരസ്ഥമാക്കി പണ്ഡിതന്മാരായിത്തീരുന്നു. എത്രയോ ആളുകൾ വിശുദ്ധ ഖുർആനെ മനഃപ്പാഠമാക്കുന്നു. ഈ ഖുർആനെയും ഈ ദീനിനെയും ഇല്ലായ്മ ചെയ്യാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പള്ളി പൊളിക്കുമായിരിക്കാം, എവിടെയെങ്കിലും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുമായിരിക്കാം. അതെല്ലാം അവിടെ കൊണ്ട് അവസാനിക്കുമെന്നല്ലാതെ വ്യാപകമായി മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ ഈ ലോകത്താർക്കും സാധിക്കില്ല. നമ്മൾ അഭിമാനമുള്ള ജനതയാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ എല്ലാവർക്കും ഉപകാരവും അനുഗ്രഹവും ചെയ്യുന്നവരായിത്തീരുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ഭയപ്പെടേണ്ടവരില്ല. അല്ലാ തഹാഫു വലാ തഹ്സനു. നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട
കാര്യമില്ല, നമ്മൾ തന്നെയാണ് ഉന്നതന്മാർ. ഈ സ്ഥാപനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എത്രയോ സന്തോഷം, ഒരു മുമ്പിന് സന്തോഷമുണ്ടാകണം. സന്തോഷത്തിൻ്റെ മജ്‌ലിസിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. എത്ര സന്തോഷമാണ് ഈ വിദ്യാർത്ഥികളെ കാണുമ്പോൾ, ഈ സ്ഥാപനം കാണുമ്പോൾ, ഇതിൻ്റെ ഭാരവാഹികളെ കാണുമ്പോൾ, ഈ സ്ഥാപനത്തെയും ഈ ഭാരവാഹികളെയും സ്നേഹിക്കുന്ന ആളുകളെ കാണുമ്പോൾ അൽഹംദുലില്ലാ വളരെയധികം സന്തോഷം, വളരെയധികം ആദരവോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ, ഈ പള്ളിയുടെ ഭാരവാഹികൾ നമ്മളെ നോക്കിക്കാണുന്നത്. അവരുടെ സഹകരണവും സ്നേഹവും തീർച്ചയായും നാളെ ആഖിറത്തിൽ അവർക്ക് വലിയ പ്രതിഫലവും വലിയ സൗഭാഗ്യങ്ങളും കിട്ടുന്നതിന് കാരണമായി തീരും. ഇൻഷാ അല്ലാ സുമ്മ ഇൻഷാ അല്ലാ, സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാഹു താല ഈ സ്ഥാപനത്തെ എന്തെന്ന് നിലനിർത്തട്ടെ. ഇതിനെ സ്നേഹിക്കുന്നവരെ അല്ലാഹു താല, സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു താല അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ, അവരുടെ ജീവിത വിഭവങ്ങളിൽ ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട്, സ്വർഗത്തിലേക്ക് എത്തണം, സ്വർഗീയ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കണം. അതിനു വേണ്ടിയാണ് ഈ പരിശ്രമങ്ങളെല്ലാം. നമ്മുടെ ദുനിയാവിൽ നമ്മളുടെ ഈ ചെയ്യുന്ന നന്മകളുടെ എല്ലാം പരമപ്രധാനമായ ലക്ഷ്യം സ്വർഗത്തിലെത്തണമെന്നാണ്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവിടെ പൂർത്തിയാക്കപ്പെടും. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യമായി നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത് ഇന്നലക്കും അന്തഹ്യു ഫലാ തമൂതു അബദാ, നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ എന്നും ജീവിക്കാം, ഒരിക്കലും നിങ്ങൾക്ക് മരണം സംഭവിക്കുകയില്ല, ഒരിക്കലും മരണം സംഭവിക്കുകയില്ല. ഈ ലോകത്ത് ആർക്കും ഇങ്ങനെയുള്ളൊരു കാര്യം കിട്ടുകയില്ല. എന്നാൽ സ്വർഗത്തിലൊരു സത്യവിശ്വാസി പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും സന്തോഷ വാർത്ത അറിയിക്കും, ഉറപ്പ് നമുക്ക് കിട്ടും. ഇന്നലക്കും അന്തഹ്യു ഫലാ തമൂതു അബദാ, നിങ്ങളൊരിക്കലും ഇനിയും നിങ്ങൾക്ക് മരണം സംഭവിക്കുകയില്ല. പിന്നീടും സന്തോഷ വാർത്ത അറിയിക്കും, ഇന്നലക്കും അൻ തശുബ്ബു ഫലാ തഹറമു അബദാ, നിങ്ങൾക്ക് യുവാക്കളായി സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാൻ പറ്റും, നിങ്ങൾക്കൊരിക്കലും വാർദ്ധക്യം ബാധിക്കുകയില്ല. എപ്പോഴും യുവത്വത്തിൻ്റെ അവസ്ഥയിലായിരിക്കും സ്വർഗ്ഗവാസികൾ സ്വർഗത്തിൽ കഴിയുന്നത്. വീണ്ടും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും സ്വർഗ്ഗവാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും, ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്കമു അബദാ, നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കാം, ഒരു തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സന്തോഷ വാർത്ത ആണ്. നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കുന്ന എന്തെല്ലാം രോഗങ്ങളും പ്രശ്നങ്ങളും വരികയാണ്, പക്ഷേ അങ്ങനെയുള്ള ഒന്നും സ്വർഗ്ഗവാസികൾക്ക് ഉണ്ടാകില്ല. പിന്നെ അവസാനമായി പറയും, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൺകുളിർമയായ ഈ ദുനിയാവിൽ വെച്ചൊരു കണ്ണിനും കാണാൻ പറ്റാത്ത, ഒരു ചെവി കൊണ്ടും കേട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഒരു ഹൃദയത്തിൽ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തതിനുള്ള നിലയിലുള്ള സുഖാനുഭൂതികളാണ് അവിടെ നൽകപ്പെടുന്നത്. അതൊരിക്കലും നമ്മളിൽ നിന്ന് മാറിപ്പോകുകയില്ല എന്നും സന്തോഷ വാർത്ത അറിയിക്കും. ആ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഖുർആൻ ഷരീഫിനെ മനഃപ്പാഠമാക്കുന്നത്, ഖുർആൻ ഷരീഫിൻ്റെ അറിവുകൾ പഠിക്കുന്നത്, ഖുർആൻ ഷരീഫിനെ അറിവിനെ പഠിക്കുന്നവർക്ക് സഹായം നൽകുന്നത്, അവരെ സ്നേഹിക്കുന്നത്, അവർക്ക് പിന്തുണ കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. ഇവിടെ നിന്ന് ഹാഫിദായവർക്ക് അല്ലാഹു തആല ഉയർന്ന സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനെ കുറിച്ച് ഞാൻ തുടക്കത്തിലൊരു ആയത്തോതി അതിനെക്കുറിച്ച് വിശദീകരിച്ചാൽ എത്രയോ സമയം പറയേണ്ടി വരും. ആലിമീങ്ങൾക്കെല്ലാം അറിയാം, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നമ്മുടെ മുമ്പിലുള്ള ഈ ഖുർആൻ അതെന്താണ്? അത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാണ്. മാന്യനായ ദൂതൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിനെ നബിതങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മധ്യസ്ഥനായിട്ടും ദൂതനായിട്ടും നിശ്ചയിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതയും കഴിവുകളും അദ്ദേഹത്തിൻ്റെ സ്ഥാനവുമെല്ലാം എത്ര വലുതാണെന്ന് ആയത്തിലൂടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആരിലേക്ക് എത്തിച്ചു കൊടുത്തും? നമ്മുടെ ഹബീബായ അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഖുർആനുള്ള ഇടത്തോളം കാലം നമുക്കൊട്ടും പേടിക്കേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? അന സയ്യിദു വൽദി ആദം വലാ ഫഖർ, ഞാൻ ഈ മനുഷ്യവർഗത്തിൻ്റെ നേതാവാണ്. ഇത് ദുരഭിമാനത്തിന് വേണ്ടിയോ അഹങ്കാരത്തിൻ്റെ പേരിൽ പറയുന്നതല്ല. ആ ഒരു സത്യം ഈ ഉമ്മത്തിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന സയ്യിദു വൽദി ആദം, ഞാനാണ് മനുഷ്യവർഗത്തിൻ്റെ നേതാവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, ആദ്യമായിട്ട് ഭൂമിയിൽ നിന്നും നാളെ ഖിയാമത്ത് നാളിൽ യാത്രയാക്കപ്പെടുമ്പോൾ ആദ്യമായി ഖബറിൽ നിന്നും പുറപ്പെടുന്നത് ഞാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ, ലോകത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും വടക്ക് മുതൽ തെക്ക് വരെയും എല്ലാ സമയങ്ങളിലും കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് നമ്മളുടെ പ്രവാചകൻ്റെ പേരാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്നുള്ള ആ വാക്ക് കേട്ടോണ്ടേയിരിക്കുകയാണ്. കാരണം എന്താ? സൂര്യൻ്റെ അസ്തമനം, സൂര്യൻ്റെ ഉദയം, ഇതെല്ലാം വ്യത്യസ്തമായ സമയങ്ങളിലാണ്. ബാങ്കിൻ്റെ സമയം മാറി 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 ഒരു സ്ഥലത്ത് സൂര്യൻ ഉദിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസമുള്ളവരാണ്. അത് ഉദിച്ച് അസ്തമിക്കുന്നത് വരെ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സമയം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമസ്കാരത്തിന് സമയമാകുമ്പോൾ ബാങ്ക് വിളിക്കപ്പെടുന്നു. നബി തങ്ങളുടെ പേര് ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ പ്രവാചകൻ്റെ പേരാണ്.
നബിതങ്ങളെ വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു കുറവും നബിതങ്ങൾക്കൊരു കുറവും സംഭവിക്കില്ല, നമുക്കും ഒരു കുറവ് സംഭവിക്കില്ല. നമുക്ക് അല്ലാഹു തആല നമ്മളുടെ മഹത്വം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, സ്വർഗത്തിലേക്ക് എത്തണം. അതിനു വേണ്ടിയാണ് നമ്മളുടെ ഈ പരിശ്രമങ്ങളെല്ലാം. സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയ നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂടുന്നവരെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ കാണാം, നമുക്ക് സന്തോഷത്തോടെ സംസാരിക്കാം, നമുക്ക് അവിടുത്തെ ആനന്ദത്തിൽ പങ്കുചേരാം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ പരിശ്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്, ദീനി സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ദീനിൻ്റെ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ദീൻ എല്ലാ കുടിലും കൊട്ടാരത്തിലും കടന്നു ചെല്ലുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സഞ്ചാരത്തിലാണ് ഇന്ന് ലോകം. നമുക്ക് ശരിക്കും ഹദീസുകളെ പരിചിന്തനം ചെയ്താൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദീനിൻ്റെ മഹത്വം എന്താണ്, സ്ഥാനമെന്താണ്, പവിത്രത എന്താണ് എന്ന് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അല്ലാഹു നൽകിയ ഈമാൻ്റെ പേരിൽ നൽകിയ ഈ മഹത്വത്തെയും ഈ സൗഭാഗ്യത്തെയും കുറിച്ച് ഓർക്കണം. ഈ ഈമാനെ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ നല്ലവരായ ആളോടൊപ്പം സഹകരിക്കണം. നമ്മുടെ മക്കളെ ദീനിൻ്റെ ഇൽമിൻ്റെ വഴിയിലേക്ക് പറഞ്ഞു വിടണം. അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സം ഉണ്ടാകാത്തതിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് സ്ഥാപനങ്ങൾ തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സ്ഥാപനം അതിലൊരു മാതൃകയാണ്. ബിലാൽ മൗലവി അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന് ഒത്തിരി നല്ല അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അല്ലാഹു തആല സലാഹിയത്തും കഴിവും യോഗ്യതയും എല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അടുക്കൽ പഠിച്ചു എന്നതിൻ്റെ പേരിൽ പറഞ്ഞതല്ല, യാഥാർത്ഥ്യം ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവന്യനാണ് കാര്യമായ നമ്മുടെ ഇവിടുത്തെ മുഖ്യ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഖിറാത്ത് പഠിച്ച ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബിലാൽ മൗലവി അവറുകൾ. ഹഫ്സ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ ആ ഖിറാത്ത് നമ്മളെല്ലാവരും പോകുന്ന അത് ഈ മൗലാന അവറുകളുടെ അടുക്കൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ എൻ്റെയും ഗുരുവന്യനായ മഹാനായ ഇൽമിൻ്റെ സമുദ്രമായ മുഹമ്മദ് ഹസൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവറുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ എൻ്റെയും ഗുരുനാഥനാണ്. ബിലാൽ മൗലവി അവരുടെയും ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ സബ് ഖിറാത്ത് 7 രീതിയിൽ ഖുർആൻ ഇവിടെ പാരായണം ചെയ്തു. ഇതേപോലെ 7 രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 7 രീതിയിലുള്ള ഖിറാത്തും നമ്മുടെ ബഹുമാന്യനായ ബിലാൽ മൗലവി അവറുകൾ മുഹമ്മദ് ഹസൻ ഉസ്താദ് അവരുടെ അടുക്കൽ പഠിച്ചിട്ടുണ്ട്. മൗലാന അവരുടെ അടുക്കൽ ഹഫ്സ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഖിറാത്ത് പഠിച്ചിട്ടുണ്ട്. വലിയ ഭാഗ്യമാണ് ബിലാൽ മൗലവി അവർക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ത്യാഗം ചെയ്താണ് പഠിച്ചു വന്നത്. എനിക്ക് നല്ലവണ്ണം അറിയാം. കഷ്ടപ്പെട്ടാണ് പഠനകാലത്തിൽ കഷ്ടപ്പെട്ടിരുന്നത്. എനിക്ക് നല്ലവണ്ണം അറിയാം. അദ്ദേഹത്തിൻ്റെ വാപ്പയെ അറിയാം. വാപ്പയെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ വേണ്ടി സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. വളരെ ഉറച്ച തീരുമാനമെടുക്കുന്ന ആളായിരുന്നു. ഈമാനുള്ള ആളായിരുന്നു, ശക്തമായ ഈമാനുള്ള ആളാണ്. എൻ്റെ അടുക്കൽ ഇവർ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞു, സ്കൂളിൽ ഒന്ന് പഠിപ്പിച്ചിട്ട് കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചു. സ്കൂളിൽ കുറച്ച് വർഷം പഠിപ്പിച്ചതിന് ശേഷം നമുക്കിവിടെ ചേർക്കാമെന്ന് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്ന് ആ മക്കളെല്ലാം ഏറ്റവും ഉയർന്ന നിലയിലായി, വളരെ ഉയർന്ന നിലയിലായി ദീന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 രീതിയിൽ, അതായത് 7 ഖിറാത്ത് പഠിച്ച ആളാണ് നമ്മുടെ ഈ പള്ളിയുടെ ഇമാമ്. അതേപോലെ ഹഫ്സ് റഹ്മത്തുള്ളാഹി ഖിറാത്ത് പഠിച്ച ആ ഗുരുനാഥൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിപാടികളൊക്കെ നടത്താനും അദ്ദേഹത്തിന് സൗഭാഗ്യം നൽകിയിരിക്കുകയാണ്. ഈ സ്ഥാപനത്തെ എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു തആല ഈ സ്ഥാപനത്തിൽ എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് നൽകുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാരെ കാണുമ്പോൾ എനിക്ക് വളരെയധികം ആനന്ദമുണ്ടാകുന്നു, വളരെയധികം സന്തോഷമുണ്ടാകുന്നു. ഈ ഉമ്മത്തിലെ ഉമറാക്കളും ഉലമാക്കളും ഇങ്ങനെയാകണം. ബഹുമാനപ്പെട്ട ബിലാൽ മൗലവിക്ക് അറിയാം. അള്ളാഹുവിൻ്റെ പ്രവാചകനെ സംബന്ധിച്ച് റസൂൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ വലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. ഒരു പണ്ഡിതനെ ഏത് നയമാണ് പണ്ഡിതൻ കൈക്കൊള്ളതെന്ന് സ്വീകരിക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് സ്വഭാവമുള്ള ആളായിരുന്നു? അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ലിന്തലഹും, ജനങ്ങളോട് അങ്ങ് വളരെ മാർദ്ദവമായ നിലയിൽ പെരുമാറി, വളരെ മാർദ്ദമായ നിലയിൽ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പേരിൽ അങ്ങയുടെ ജനതയോട് കാരുണ്യത്തോടുകൂടി അനുകമ്പയോടുകൂടി മയമായ നിലയിൽ പെരുമാറാൻ തൗഫീക്ക് തന്നു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ വലീദൽ ഖൽബ്, അങ്ങ് കടുത്ത മനസ്ഥിതിക്കാരനും അങ്ങ് വളരെ പൗരുഷ സ്വഭാവക്കാരനുമായിരുന്നെങ്കിൽ ലൻ ഫല്ലു മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റിൽ നിന്നും ഈ സഹാബാക്കൾ പിരിഞ്ഞു പോകുമായിരുന്നു, അങ്ങയുടെ പിന്നിൽ അണിനിരക്കിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ പിന്നിൽ നിൽക്കുന്ന
ഈ ഉമറാക്കളെ ജനങ്ങളെ നമ്മൾ വളരെ നല്ല നിലയിൽ അവരോട് പെരുമാറണം. നബിതങ്ങളെക്കാൾ വലിയ മഹത്വമുള്ള ആരാ ഉള്ളത്? നബിതങ്ങൾ എത്രയോ വളരെ നല്ല മയമായ നിലയിലായിരുന്നു അനുയായിയോട് പെരുമാറിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ജനങ്ങളെല്ലാം നമ്മളുടെ കൂടെ അണിനിരക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാകും. അതല്ലാതെ അവരെ വിമർശിക്കുകയും അവരോട് കടുത്ത നിലയിൽ പെരുമാറുകയും ചെയ്താൽ അവർ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകും. എത്രയോ നന്മകൾ ഈ ഉമ്മത്തിൽ ഉണ്ടായിത്തീരുന്നതിന് അവരുടെ സഹായം ഇല്ലാതായി പോവും. അവരും അവരുടേതാകുന്ന വഴികൾ തെറ്റായ രീതിയിലേക്ക് പോകുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ ഉമറാക്കളോട് നല്ല നിലയിൽ പെരുമാറണം. അതാണ് നബിതങ്ങളുടെ മാതൃക. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അവരുടെ സഹകരണം നമുക്കുണ്ടാവും. ഈ സ്ഥാപനത്തിന് അങ്ങനെയുള്ള സഹകരണം പ്രത്യേകമായി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. സമയം വളരെ കൂടുതലായി. മൗലാന അവരുടെ വളരെ പ്രധാനപ്പെട്ട നസീഹത്ത് നടക്കാനുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആനിൻ്റെ 4 വിദ്യാർത്ഥികൾ ഹിഫ്ള് പൂർത്തീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ആ ഖുർആൻ കേട്ട് നമ്മൾ ഈമാനിൻ്റെ ചൈതന്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവരായിത്തീരണം. ഖുർആൻ ആയത്തുകളുടെ അർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കരഞ്ഞു പോവും. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരും, ഹൃദയം നടുങ്ങും. ഇന്ന ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ട് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ വളരെ ഭയഭക്തിയോട് കേൾക്കണം. ഖുർആനെ ആദരിക്കണം, ദീനിനെ ആദരിക്കണം, ദീനിൻ്റെ പ്രവർത്തകരെ ആദരിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം, അവരോടൊപ്പം സഹകരിക്കണം. അല്ലാഹു തആല അതിനെല്ലാം നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനേൽപ്പിച്ചത് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബിലാലും വരും ആ കാര്യങ്ങൾ ബാക്കി പറയും. അതുകൊണ്ട് ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം കൂടെ പറയുകയാണ്. അല്ലാഹു തആല നമ്മളെ ദീനിൻ്റെ പേരിൽ, ഈമാൻ്റെ പേരിൽ, വിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ ഇവിടെ ഒത്തു ചേർത്തതുപോലെ അല്ലാഹുവേ നിൻ്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ ഒരു കണ്ടും കണ്ടിട്ടില്ലാത്ത സൗഭാഗ്യങ്ങൾ നൽകപ്പെടുന്ന അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ നമ്മളെല്ലാവരെയും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെയും വേണ്ടപ്പെട്ടവരെയും നീ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുന്ന നാഥ. അല്ലാഹു ഈ മജ്ലിസിനെ കബൂൽ ചെയ്യണേ പഠിച്ചവനെ. ഈ മജ്ലിസിൽ ഇങ്ങനെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കാൻ വേണ്ടി ആരെല്ലാം ഏതെല്ലാം നിലയിൽ കഷ്ടപ്പെട്ടോ അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം കൊടുക്കണമേ രക്ഷിതാവേ. അല്ലാഹു അവരെല്ലാവരെയും നീ വിജയികളാക്കണേ പഠിച്ചവനെ, സൗഭാഗ്യവാന്മാരാക്കണേ പഠിച്ചവനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മജ്ലിസിൻ്റെ ഉദ്ഘാടനം സർവശക്തനായ അല്ലാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർവഹിച്ചു കൊള്ളുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സെഷൻ്റെ വളരെ സുപ്രധാനമായ ഹിഫ്ള് പൂർത്തീകരണ മജ്ലിസ് നടക്കാൻ പോകുന്ന സന്ദർഭമാണ്. അതിന് മുന്നോടിയായി ഈ സദസ്സിനെ ഉയർന്ന നസീഹത്തിലൂടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അൽ ഉസ്താദ് യൂസുഫ് മൗലാന അവരുകളെ ഹസ്രത്ത് മൗലാന സുഹൈബ് ഹസ്രത്ത് റഷാദി ഹഫിളഹുല്ല ആദരിക്കുകയും ജാമിഅ വാഫിരിയയുടെ സ്നേഹസമ്മാനം കൈമാറുകയും ചെയ്യുന്നു. ബഹുമാന്യനായ ഉസ്താദ് അവരുകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അബ്ദുൽ ഖാദർ മൗലാന സൊന്നേല ഹസ്രത്തുൽ മഹാഖുൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഈ മജ്ലിസിൽ ഖുർആൻ പൂർത്തീകരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ സ്വാഗതഗാനം ആലപിക്കുന്നതിന് വേണ്ടി അബ്ദുൽ അസീസ് കൊച്ചി, സയാൻ മുബാരിസ് കൊച്ചി, തുഫൈൽ അഹമ്മദ് ബാലരാമപുരം എന്നിവരെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. പീഠം മാറ്റാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓണല്ലേ ഒരു മിനിറ്റ് കേൾക്കാം.
Assalamualaikum warahmatullahi wabarakatuh. Marhaban marhaban billuyufil kiram wattahiyyatu thumma salam wattahiyyatu thumma salam. Hadihi baqatul azhari lakum marhaban marhaban marhaba marhaban marhaban marhaba. പാടിടാം വന്യരിൽ മാന്യസന്നിധരിൽ സാദരം സ്വാഗതം സ്വാഗതം സാദരം സ്വാഗതം സ്വാഗതം. ഏകനാം നാഥനിൽ ദുആ ഓതുന്നിതാ സ്തുതിഗീതങ്ങൾ പാടുന്നിതാ സ്തുതിഗീതങ്ങൾ പാടുന്നിതാ. പാടിടാം വന്യരിൽ മാന്യസന്നിധരിൽ സാദരം സ്വാഗതം സ്വാഗതം സാദരം സ്വാഗതം സ്വാഗതം. സ്നേഹപുഷ്പങ്ങളാൽ നല്ല മാല തീർത്ത് ഞങ്ങൾ നിൽക്കുന്നിതാ ചേലിൽ കൈകൾ കോർത്ത്. സ്നേഹപുഷ്പങ്ങളാൽ നല്ല മാല തീർത്ത് ഞങ്ങൾ നിൽക്കുന്നിതാ ചേലിൽ കൈകൾ കോർത്ത്. അതിഗീതങ്ങൾ പാടുന്നിതാ ലോകനാഥനിൽ തേടുന്നിതാ സ്തുതിഗീതങ്ങൾ പാടുന്നിതാ ലോകനാഥനിൽ തേടുന്നിതാ. പാടിടാം മന്യരിൽ മാന്യസന്നിധരിൽ സാദരം സ്വാഗതം സ്വാഗതം സാദരം സ്വാഗതം സ്വാഗതം. നല്ല ഖുർആനിൻ പൊൻപ്രഭ നെഞ്ചിലേറ്റി നന്നു മക്കൾ ഞങ്ങൾ ഹിദായത്തിലേറി. നല്ല ഖുർആനിൻ പൊൻപ്രഭ നെഞ്ചിലേറ്റി കുഞ്ഞുമക്കൾ ഞങ്ങൾ ഹിദായത്തിലേറി. അന്ധകാരം തുടച്ചു നീക്കാൻ പ്രഭ തൂകി തെളിച്ചമേകാൻ അന്ധകാരം തുടച്ചു നീക്കാൻ പ്രഭ തൂകി തെളിച്ചമേകാൻ. പാടിടാം വന്യരിൽ മാന്യസന്നിധരിൽ സാദരം സ്വാഗതം സ്വാഗതം സാദരം സ്വാഗതം സ്വാഗതം. നാളെ സ്വർഗപ്പൂന്തോപ്പിൽ പറന്നുയരാൻ നല്ല കണ്ണഞ്ചും പട്ടുലൈവാസണിയാൻ. നാളെ സ്വർഗപ്പൂന്തോപ്പിൽ പറന്നുയരാൻ നല്ല കണ്ണഞ്ചും പട്ടുലൈവാസണിയാൻ. ഏകനാഥന്റെ തൃപ്തി നേടാൻ ഏകനാഥന്റെ തൃപ്തി നേടാൻ. പാടിടാം വന്യരിൽ മാന്യസന്നിധരിൽ സാദരം സ്വാഗതം സ്വാഗതം സാദരം സ്വാഗതം സ്വാഗതം. രക്ഷിതാക്കൾ ഗുരുഭൂതർ സോദരരെ കർമ്മധീരന്മാരായുള്ള ശില്പികളെ. രക്ഷിതാക്കൾ ഗുരുഭൂതർ സോദരരെ കർമ്മധീരന്മാരായുള്ള ശില്പികളെ. സർവനാഥൻ തുണച്ചിടട്ടെ പുണ്യമേറെ ചൊരിഞ്ഞിടട്ടെ. സർവനാഥൻ തുണച്ചിടട്ടെ പുണ്യമേറെ ചൊരിഞ്ഞിടട്ടെ. പാടിടാം വന്യരിൽ മാന്യസന്നിധരിൽ സാദരം സ്വാഗതം സ്വാഗതം സാദരം സ്വാഗതം സ്വാഗതം. ഏകനാം നാഥനിൽ ദുആ ഓതുന്നിതാ സ്തുതിഗീതങ്ങൾ പാടുന്നിതാ സ്തുതിഗീതങ്ങൾ പാടുന്നിതാ. പാടിടാം വന്യരിൽ മാന്യസന്നിധരിൽ സാദരം സ്വാഗതം സ്വാഗതം സാദരം സ്വാഗതം 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 സ്വാഗതം. അസ്സലാമു അലൈക്കും. ഹിഫ്ള് പൂർത്തീകരണത്തിലേക്ക്
പ്രവേശിക്കുന്നതിന് മുമ്പ് ഓരോ വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളെ ആദരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആദ്യമായി അഹ്മദ് ഇഹ്സാൻ ഇബിൻ മുഹമ്മദ് സലീം സാഹിബിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവരെ ആദരിക്കുന്നത് ആദരണീയനായ ജമാഅത്ത് പ്രസിഡന്റ് KY മുഹമ്മദ് കുഞ്ഞി സാർ അവരുകൾ. ഹാഫിളീങ്ങളുടെ 4 ഉമ്മമാരും ഇൻഷാ അല്ലാഹ് അവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കേണ്ടതാണ്. അഹ്മദ് ഇഹ്സാൻ തൻ്റെ മാതാവിന് ഷാൾ അണിയിക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് പോകണം. അടുത്തതായി മുഹമ്മദ് ഫൗസാൻ ഇബിൻ മുഹമ്മദ് യാസിർ കന്യാകുളങ്ങര മുഹമ്മദ് യാസിർ സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുഹമ്മദ് ഫൗസാൻ ആ ഭാഗത്തേക്ക് പോകേണ്ടതാണ് മാതാവിന് ഉമ്മയ്ക്ക് ഷാൾ അണിയിക്കാൻ. KY മുഹമ്മദ് സാർ അവരുകൾ ഷാൾ അണിയിക്കും. അടുത്തതായി മുഹമ്മദ് ഫൈസൽ ഇബിൻ അബ്ദുൽ റഷീദ് സാഹിബ് അവരുകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഹമ്മദ് ഫൈസൽ ഉമ്മയ്ക്ക് ഷാൾ അണിയിക്കാൻ ആ ഭാഗത്തേക്ക് പോകേണ്ടതാണ്. അടുത്തതായി മുഹമ്മദ് ഇദ്രീസ് ഇബിൻ സലാഹുദ്ദീൻ വെഞ്ഞാറമൂട് സലാഹുദ്ദീൻ സാഹിബ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉമ്മയെ ഷാൾ അണിയിക്കാൻ മുഹമ്മദ് ഇദ്രീസ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോകേണ്ടതാണ്. വിദേശത്തായിരുന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ ആഴ്ച നാട്ടിലെത്തി. ഇൻഷാ അല്ലാഹ് 2-3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകും. അള്ളാഹു ഈ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പേരൂർക്കട പ്രദേശമെന്ന് പറയുന്നത് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധമായ ഖുർആൻ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഇല്ലാതിരുന്നൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഒരു പ്രകാശത്തിൻ്റെ കിരണം വീശിക്കൊണ്ടാണ് 2 ഹാഫിളീങ്ങൾ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്നത്. ഖാലിദ് മുഹമ്മദ് ഉമർ മുഖ്താർ എന്നീ 2 മക്കൾ. അള്ളാഹു ആ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ നാട് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഹാഫിളീങ്ങളെ കൊണ്ട് ആലിമീങ്ങളെ കൊണ്ട് നിറയുമാറാകട്ടെ. ആ 2 മക്കളുടെ പിതാവിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ഷക്കീർ സാഹിബ് ഷാൾ അണിയിക്കുന്നത് ആദരണീയനായ ജമാഅത്ത് പ്രസിഡന്റ് അവരുകൾ KY മുഹമ്മദ്.
اللهم رب هذه الدعوة التامة والصلاة القائمة. ജാമിയ വാഫിരിയയുടെ ആദരണീയരായ ഉസ്താദുമാർ ഹാഫിൽ ആസിം മൗലവി ഹുസ്നി നദവി അവർകൾ, ഹാഫിൽ അബ്ദുള്ള മൗലവി അൽ കാഷിഫി അൽ ഹുസൈനി അവർകൾ, ഹാഫിൽ മുഹമ്മദ് നൗഫൽ അൽ ഹുസ്നി നദവി അവർകൾ, 3 ഉസ്താദന്മാരും സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ഹാഫിൽ അബ്ദുള്ള മൗലവി അൽ കാഷിഫി അൽ ഹുസൈനി അവറുകൾ അടുത്തേക്ക് വരേണ്ടതാണ്. ആദ്യം ഹാഫിളീങ്ങളാകുന്ന 2 വിദ്യാർത്ഥികൾ ഉസ്താദിൻ്റെ അടുക്കൽ പഠിച്ചതാണ്. ഉസ്താദ് ഹിഫ്ദ് പൂർത്തീകരണം. അഹ്മദ് ഇഹ്സാൻ ഇബിൻ സലീം സാഹിബ് ബാലരാമപുരം പിതാവിനൊപ്പം കടന്നുവന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ അവസാന ഭാഗങ്ങൾ ഓതി കേൾപ്പിക്കേണ്ടതാണ്. ബാലരാമപുരം സ്വദേശിയായ അഹ്മദ് ഇഹ്സാൻ ബിൻ സലീം 2023 നവംബർ മാസത്തിലാണ് തന്റെ ഹിഫ്ള് പഠനം ജാമിഅ വാഫിരിയയിൽ ആരംഭിക്കുന്നത്. കൃത്യമായ പരിശ്രമത്തിലൂടെ 2 വർഷത്തിനുള്ളിൽ തന്നെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചു. പഠനത്തോടൊപ്പം തന്നെ പാട്ട്, പ്രസംഗം, കവിത, ഉപന്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഇഹ്സാൻ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സ്കൂൾ കലോത്സവങ്ങളിലും അക്ഷരമുറ്റം ക്യുസ്, അഖില കേരള വായനോത്സവം തുടങ്ങിയ സബ് ജില്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇഹ്സാൻ കായിക രംഗത്തും സജീവമാണ്. സബ് ജില്ലാ തലത്തിൽ ഫുട്ബോൾ, റിലേ മത്സരങ്ങളിൽ ഈ വിദ്യാർത്ഥി വിദ്യാലയത്തിന്റെ അഭിമാനമായി മാറിയിട്ടുണ്ട്. വേദിയിലേക്ക് ഹിഫ്ളുൽ ഖുർആനിന്റെ അവസാന ഭാഗം ഓതിക്കേൾപ്പിക്കുന്നതിന് അഹ്മദ് ഇഹ്സാനിനെയും പിതാവിനെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇലൈഹി യുറദ്ദു ജുസ് സൂറത്തുൽ ജാസിയ മക്കിയ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا
هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ ആരംഭിക്കുന്നത് 26-ാമത്തെ ജുസു മുതൽ 30-ാമത്തെ ജുസു വരെ പഠിച്ച് പൂർത്തീകരിച്ച ശേഷം പിന്നീട് സൂറത്തുൽ ആദ്യത്തെ അലിഫ് ലാം മീം ജുസു ആരംഭിച്ച് 25-ാമത്തെ ജുസു പൂർത്തീകരിക്കുന്നു. 25-ാം ജുസുവിൻ്റെ അവസാന ഭാഗമാണ് ഇവിടെ ഓതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ഹാഫിൽ ആയിരിക്കുകയാണ് ഹാഫിൽ അഹ്മദ് ഇഹ്സാൻ ഇബിൻ സലീം ബാലരാമപുരം. ആസിം ഉസ്താദ് കൊടുക്കാനുള്ളത് ഗിഫ്റ്റുകൾ നമ്മുടെ ജമാഅത്തിൻ്റെ പല കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനാബ് നജീബ് സാഹിബ് അവറുകളുടെ വീട്ടിലാണ് ഹസരത്ത് അവറുകൾ ഉള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ നിയ്യത്തിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ചില പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹു തആല ആ പരീക്ഷണങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു സമ്മാനം ഹാഫിളീങ്ങൾക്ക് കൈമാറുന്നു. സെക്രട്ടറി നൽകുന്നതിന് ഷിഹാബുദ്ദീൻ സാർ അവരെ ക്ഷണിക്കും. അതുപോലെ ഈ ഷാൾ അണിയിച്ചത് ജനാബ് മുസ്തഫ സാഹിബ് അവറുകളാണ്. ഒന്ന് എഴുന്നേറ്റോളി. നമ്മുടെ ഫൗസാൻ്റെ വല്യുപ്പല്ലേ, ഫൗസാൻ്റെ ഉപ്പയാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച അബ്ദുൽ ഷുക്കൂർ ഉസ്താദിൻ്റെ സ്ഥാപനമായ ദാറുൽ ഉലൂം ഓച്ചിറയിൽ നിന്ന് ആലിമായി സനത് വാങ്ങി നിൽക്കുകയാണ്. നമുക്ക് വലിയൊരു പ്രചോദനമാണ്. അള്ളാഹു ഇത് വലിയൊരു മാതൃകയായി ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ആദരവാണ് ഈ ഷാള്. റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ഒരു പ്രമുഖനായ അഡ്വക്കറ്റ് കൂടിയാണ്. അള്ളാഹു താല അദ്ദേഹത്തെ ദുനിയാവിലും ആഖിറത്തിലും മുഴുവൻ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പ്രധാനപ്പെട്ടതാണ് ഹാഫിളിന് ഇത്
നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഈ വിദ്യാർത്ഥികൾ ഹാഫിളീങ്ങളായ ശേഷം തുടർന്ന് 2 വർഷം ഇതിൻ്റെ ദൗറ എന്ന് പറഞ്ഞാൽ റിവിഷൻ പൂർത്തീകരിച്ച് ആലിം കോഴ്സിൻ്റെ പ്രൈമറി വിഭാഗവും പൂർത്തീകരിച്ചാൽ മാത്രമാണ് അവർക്ക് ഹാഫിള് എന്ന സനദ് നൽകുകയുള്ളൂ. അതിന് മുന്നോടിയായി ഒരു അംഗീകാര പത്രം, അവാർഡ് നൽകുകയാണ്. ബഹുമാന്യനായ ഹദ്രത്ത് മൗലാന സുഹൈബ് അഹമ്മദ് റഷാദി ഹഫിളഹുല്ല അവരുടെ കരങ്ങളിലൂടെ അവാർഡും നമ്മുടെ ആദരണീയനായ ഉസ്താദ് ഇല്യാസ് മൗലാന അവരുടെ കരങ്ങളിലൂടെ മൊമൻറ്റോയും നൽകപ്പെടുന്നതാണ്. Maracacorada. അടുത്തതായി മുഹമ്മദ് ഫൗസാൻ ഇബിൻ മുഹമ്മദ് യാസിർ കന്യാകുളങ്ങര പിതാവിനൊപ്പം വേദിയിലേക്ക് കടന്നു വരിക. കന്യാകുളങ്ങര സ്വദേശിയായ മുഹമ്മദ് ഫൗസാൻ ബിൻ മുഹമ്മദ് യാസിർ 2023 ജൂലൈ 15-നാണ് തന്റെ ഹിഫ്ള് പഠനം ജാമിഅ വാഫിരിയയിൽ ആരംഭിക്കുന്നത്. കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള പരിശ്രമത്തിലൂടെ ഇന്ന് 2026 ഫെബ്രുവരി 13-ന് ആ മഹത്തായ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പഠനത്തോടൊപ്പം തന്നെ വൈജ്ഞാനിക രംഗത്ത് ശ്രദ്ധേയമായ നിരവധി നേട്ടങ്ങൾ ഫൗസാൻ കൈവരിച്ചിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഉപന്യാസ മത്സരത്തിൽ സിൽവർ മെഡൽ നേടിയ ഈ വിദ്യാർത്ഥി അറിവുത്സവം ജില്ലാ തലത്തിലും ചീഫ് മിനിസ്റ്റർ മെഗാ ക്യുസിലും എ ഗ്രേഡ് കരസ്ഥമാക്കി. അക്ഷരമുറ്റം സബ് ജില്ലാ മത്സരത്തിൽ 3-ാം സ്ഥാനവും ജില്ലാതല വായനാ ക്യുസ്, വാഗ്മയ ചിത്ര പരീക്ഷ എന്നിവയിൽ എ ഗ്രേഡും നേടിയിട്ടുണ്ട്. കൂടാതെ പ്രസംഗം, കഥാരചന എന്നീ വിഭാഗങ്ങളിലും എ ഗ്രേഡ് നേടിയ ഫൗസാൻ നിലവിൽ സിവിൽ സർവീസ് ട്രെയിനിങ്ങിലും പങ്കെടുത്തു വരുന്നു. വേദിയിലേക്ക് ഹിഫ്ളുൽ ഖുർആന്റെ അവസാന ഭാഗം ഓതിക്കേൾപ്പിക്കുന്നതിന് മുഹമ്മദ് ഫൗസാനെയും പിതാവിനെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇലൈഹി യുറദ്ദു ജുസു സൂറത്തുൽ ജാസിയ മക്കിയ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين. وبدا لهم سيئات ما عملوا وحاق به ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا
فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. ഈ ഗിഫ്റ്റിൽ നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥി മുഹമ്മദ് റസലിൻ്റെ വീട്ടിൽ നിന്ന് ഹാഫിളീങ്ങളെ ആദരിച്ചുകൊണ്ട് നൽകപ്പെടുന്ന ഒരു ഗിഫ്റ്റും കൂടെ അതിനകത്തുണ്ട്. അതും കൂടെ പ്രത്യേകം പറയുകയാണ്. അടുത്തത് അവാർഡ് ദാനവും മൊമൻറ്റോ ദാനവും നൽകപ്പെടുകയാണ്. ഹസ്രത്ത് മൗലാന സുഹൈബ് ഹസ്രത്ത് അവരുകളെ അവാർഡ് നൽകുന്നതിനും മൊമൻറ്റോ നൽകുന്നതിന് ആദരണീയനായ ഉസ്താദ് ഇലിയാസ് ഉസ്താദ് അവരുകളെ അടുത്തത് ഹാഫിൽ ആസിം ഹുസ്നി നദ്വി ഉസ്താദ് അവരുകൾ സമീപത്തേക്ക് വരേണ്ടതാണ്. ഇനി ഹാഫിളീങ്ങളാകുന്ന 2 വിദ്യാർത്ഥികൾ ഉസ്താദിൻ്റെ അടുക്കലാണ് ഈ കഴിഞ്ഞ വർഷം പഠിച്ചുകൊണ്ടിരുന്നത്. മുഹമ്മദ് ഫൈസൽ ഇബിൻ അബ്ദുർ റഷീദ് പിതാവിനൊപ്പം വേദിയിലേക്ക് കടന്നു വരേണ്ടത്. ബാലരാമപുരം സ്വദേശിയായ മുഹമ്മദ് ഫൈസൽ ബിൻ അബ്ദുർ റഷീദ് 2023 മെയ് 19-നാണ് ഹിഫ്ള് പഠനം ജാമിഅ വാഫിരിയയിൽ ആരംഭിച്ചത്. തന്റെ കഠിനാധ്വാനത്തിലൂടെ ഇന്ന് 2026 ഫെബ്രുവരി 13-ന് ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയിരിക്കുകയാണ്. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും ഫൈസൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഉപന്യാസ മത്സരങ്ങളിൽ 1-ാം സ്ഥാനം നേടിയ ഈ വിദ്യാർത്ഥി അക്ഷരമുറ്റം ക്യുസിലും ചീഫ് മിനിസ്റ്റർ മെഗാ ക്യുസിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഫുട്ബോൾ മൈതാനങ്ങളിലും തന്റേതായ ഇടം നേടിയെടുത്തിട്ടുമുണ്ട് ഈ വിദ്യാർത്ഥി. ഹിഫ്ള് പൂർത്തീകരിക്കുന്ന ഈ അധ്യയന വർഷത്തിൽ സ്കൂളിൽ റെഗുലറായി പോകുന്നതിനൊപ്പം മറ്റ് ഒഴിവ് സമയങ്ങൾ സ്വയം ക്രമീകരിച്ചും ട്യൂഷന്റെ സഹായമില്ലാതെ SSLC പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാൻ ഫൈസലിന് കഴിയട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹിഫ്ളുൽ ഖുർആനിന്റെ അവസാന ഭാഗം കേൾപ്പിക്കുന്നതിന് മുഹമ്മദ് ഫൈസലിനെയും പിതാവിനെയും ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
وإذا قيل إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. മാഷാ അല്ലാഹ്. നേരത്തെ വിദ്യാർത്ഥിയെ ഹാഫിൽ മുഹമ്മദ് ഫൗസാൻ ഇബിൻ യാസറാണ് ഇതിനു മുമ്പ് കഴിഞ്ഞത്. ഇപ്പോൾ ഹാഫിൽ മുഹമ്മദ് ഫൈസൽ ഇബിൻ അബ്ദുർ റഷീദ്. അവാർഡും മൊമൻറ്റോയും സ്വീകരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ഫൈസൽ ബിൻ അബ്ദുൾ റഷീദ്. അടുത്തത് മുഹമ്മദ്